മുസ്ലിം സമുദായത്തിന്റെ പൊതുബോധം സ്ത്രീവിരുദ്ധമാകാൻ കാരണം മതഗ്രന്ഥമായ ഖുർആനാണെന്ന് കേസരി മുഖ്യപത്രാധിപർ ഡോക്ടർ എൻ.ആർ. മധു. ഖുർആൻ അനുസരിച്ച് സ്ത്രീക്ക് സ്വന്തമായി അസ്തിത്വമില്ല. മുസ്ലിം മതപണ്ഡിതർ നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾക്കെതിരെ പുരോഗമനവാദികൾ പ്രതികരിച്ചില്ലെന്നും വിമർശനം. ഇസ്ലാം മതപണ്ഡിതരുടെ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ എല്ലാ കാലത്തും സമൂഹം അവഗണിക്കാറാണ് പതിവ്. ആണും പെണ്ണും ഇടകലർന്ന് വ്യായാമം ചെയ്യരുത്, സ്ത്രീകൾ പുരുഷന്മാരെ പോലെ തെരുവിലിറങ്ങാൻ പാടില്ല, മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കരുത്, സ്ത്രീകൾ പൊതുരംഗത്തിറങ്ങുന്നത് സമൂഹത്തിൽ അക്രമവും നാശവും ഉണ്ടാക്കും. ഇതൊക്കെയാണ് മതപണ്ഡിതരുടെ ലിംഗതുല്യതയിലെ അസഹിഷ്ണുതകൾ. എന്തുകൊണ്ടിങ്ങനെ ഉണ്ടാകുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണിത്. മുസ്ലിം പൊതുബോധം എന്തുകൊണ്ടാണ് ഈ സ്ത്രീ വിരുദ്ധമാകുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ കാരണം ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥം തന്നെയാണ്. ഖുർആൻ അനുസരിച്ച് സ്ത്രീക്ക് സ്വന്തമായ അസ്തിത്വമില്ല. സെമിറ്റിക് മതങ്ങൾ അടിസ്ഥാനപരമായി സ്ത്രീ വിരുദ്ധ മതങ്ങളാണ് എന്ന് കാണാൻ സാധിക്കും. കാരണം സ്ത്രീയെ പുരുഷന്റെ വാരിയലിൽ നിന്നും സൃഷ്ടിച്ചു എന്നാണ് സൃഷ്ടിയെക്കുറിച്ച് തന്നെയുള്ള അവരുടെ സങ്കല്പം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്ത്രീക്ക് പൂർണ്ണതയില്ല, സ്ത്രീ പുരുഷനോടൊപ്പം നിൽക്കേണ്ടവളാണ്, പുരുഷനില്ലാതെ സ്ത്രീ പുറത്തിറങ്ങാൻ പാടില്ല, സ്ത്രീക്ക് സ്വന്തമായ അസ്തിത്വമില്ല. ഇത്തരം സങ്കല്പങ്ങൾ എല്ലാ സെമിറ്റിക് മതങ്ങളുടെയും പൊതു സ്വഭാവമാണ്. പരസ്യമായി സ്ത്രീവിരുദ്ധ പ്രസ്താവനകൾ നടത്തിയ ഇസ്ലാം മത പണ്ഡിതർക്കെതിരെ ഒരക്ഷരമുരിയാടാൻ കപട പുരോഗമനവാദികൾ തയ്യാറല്ല. സ്ത്രീക്ക് സംരക്ഷണം നൽകണമെന്ന് പറയുന്ന മനുസ്മൃതിയെ വിമർശിക്കാനാണ് ഇത്തരക്കാരുടെ നീക്കം. മുസ്ലിം പൊതുസമൂഹത്തിൽ നിന്നും ഇത്തരം മത പണ്ഡിതന്മാരുടെ ഈ കാലത്തിന് നിരക്കാത്ത വാക്കുകൾക്കെതിരെ പ്രതികരിച്ചോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ മുസ്ലിം പൊതുബോധം ഇതിനെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത എന്ന് പറയുന്ന മനുസ്മൃതിയെ വിമർശിക്കാൻ നമ്മളുടെ പുരോഗമന മന്യന്മാരെല്ലാം മുന്നിൽ നിൽക്കും. എവിടെയാണോ സ്ത്രീയെ പൂജിക്കുന്നത് അവിടെ ദേവതകന്മാർ സാന്നിധ്യമരുളുന്നു എന്ന് പറയുന്ന മനുസ്മൃതിയാണ്. നിരവധി മന്ത്രങ്ങളുടെ മന്ത്രദ്രഷ്ടാക്കളാണ് സ്ത്രീകൾ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഖുറാനിലെ ഏതെങ്കിലും ഒരു വാക്യത്തിന്റെ പൈതൃകം സ്ത്രീയിൽ പോകുമോ? നവോത്ഥാന സമൂഹത്തിലിരുന്നു കൊണ്ടുള്ള മുസ്ലിം മതപണ്ഡിതരുടെ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ എവിടെയും വിമർശിക്കപ്പെടുന്നില്ല, ചർച്ച ചെയ്യപ്പെടുന്നില്ല. അത് മനഃപൂർവ്വമാകുന്നതിലാണ് പ്രശ്നം. ജനം, കോഴിക്കോട്.